ഇതാണ് യു പി എസിൻ്റെ മദർ ബോർഡ്. നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് ഓക്കെ ഓണായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ യു പി എസ് വാങ്ങി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴേക്കും യു പി എസിൻ്റെ ബാറ്ററി സാധാരണഗതിയിൽ കംപ്ലൈൻ്റ് ആവാറാണ് പതിവ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് സർവീസ് ചെയ്ത് കിട്ടുന്ന ബാറ്ററി ആണെങ്കിലോ ഒരുപക്ഷെ നമ്മൾക്ക് ആദ്യം ചാർജ് ചെയ്യുന്നതിൻ്റെ അത്രയും ചാർജ് നിൽക്കാറില്ല. പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് സമയത്തിന് ഇത് സർവീസ് ചെയ്ത് കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ യു പി എസിൻ്റെ ബാറ്ററി വളരെ സിമ്പിളായിട്ട് തന്നെ തുറന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്ക് നല്ലൊരു ബ്രാൻഡഡ് ബാറ്ററി തന്നെ നമുക്ക് വാങ്ങിയിടാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് യു പി എസിലെ ബാറ്ററി മാറ്റിയിടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് V-Guardൻ്റെ 1 kV യു പി എസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവനെ ഒന്ന് തുറക്കാം. ഇതിൻ്റെ സ്ക്രൂ വരുന്നത് യു പി എസിൻ്റെ അടിഭാഗത്താണ്. നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഒന്ന് അഴിക്കാം. വളരെ ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കേബിളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേബിളൊന്നും പൊട്ടാത്ത രീതിയിൽ പതുക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഓക്കെ, നമ്മൾ ഇളക്കി കഴിഞ്ഞു. നമുക്ക് ബാറ്ററി ഇതിനുള്ളിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇത് അതിൻ്റെ മദർ ബോർഡാണ്. ഇതാണ് യു പി എസിൻ്റെ മദർ ബോർഡ്. നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് ബാറ്ററി പുറത്തെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഈ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ആദ്യം നമുക്ക് ഇത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ന്യൂട്രൽ കണക്ഷനാണ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യേണ്ടത്, ആ കറുത്ത വയർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ചുവന്ന കേബിളൂടെ ഡിസ്കണക്ട് ചെയ്യാം. പിന്നെയുള്ള ഈ കേബിള് ഈ 2 ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് 1 kVയിൽ. വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. ഇതിൽ പ്രത്യേകിച്ച് വേറെ ലോക്കിംഗ് സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് ഡിസ്കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ബാറ്ററി എടുത്ത് ഒന്ന് പരിശോധിക്കുക, ഇതിൻ്റെ വോൾട്ട് ലെവലും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് ഇരുന്ന ബാറ്ററി ഇതാണ്. നമ്മൾ ഈ ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്ക് എന്നിട്ട് ഈ ബാറ്ററി നമുക്കൊന്ന് മാറ്റി വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ബ്രാൻഡഡ് കമ്പനി കിട്ടുകയാണെങ്കിൽ അത് തന്നെ വാങ്ങാൻ നോക്കുക. സാധാരണ ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ ഇതിൻ്റെ ബാറ്ററി കിട്ടാറുണ്ട്. ഓക്കെ, ഞാൻ പുതിയ 2 ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. ഇത് എക്സൈഡൻ്റെ ആണ്, 1 ഇയർ വാറൻറ്റി ഉള്ള ബാറ്ററിയാണ്. അതേ സെയിം വോൾട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത് ഫിക്സ് ചെയ്യണം, നോക്കാം എങ്ങനെയാണെന്ന്. ഈ ബാറ്ററിയുടെ ഈ കണക്ഷൻ വരുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഇതിനെ നമ്മൾ ആദ്യം ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ബാറ്ററി നമുക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്.
ഓക്കെ, ബാറ്ററി കൃത്യമായിട്ട് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഇതിൻ്റെ അകത്തില്ല. നല്ല രീതിയിൽ അനങ്ങാതെ ഇരുന്നോളും. എന്നിരുന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും സൈഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ കണക്ഷൻ ഒന്ന് കൊടുക്കുക. അത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റെഡ് കളറിൽ കാണുന്ന ഭാഗം പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ്. അപ്പം ബാറ്ററിയുടെ സീരീസ് ആയിട്ട് വരുന്ന ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, റെഡും ബ്ലാക്കും തമ്മിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പോസിറ്റീവ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സ്വിച്ച്, പവർ സ്വിച്ച് ഓഫ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ആ റെഡ് വയർ ഇതേപോലെ എടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ ബ്ലാക്ക് വയർ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ പ്രോസസ്സ് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കേബിള് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടയത്തില്ല. അതുകൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് അടയ്ക്കുക. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത കണക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ ഓണാകും. ഓക്കെ, ഇത് ഓണായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാറ്ററി, അതായത് ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം. എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ സ്ക്രൂ എല്ലായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓണായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ വളരെ എളുപ്പം, 5 മിനിറ്റ് പോലും സമയമെടുക്കില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.